നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെസിഡൻസിൻ്റെ അടുത്ത് തന്നെ ഇതിന് ട്രെയിനിങ് നൽകാൻ ഉള്ള ട്രെയിനേഴ്സ് ഉണ്ട്. അതിന് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ്, ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവായിട്ടുള്ള മാറ്റം. അതിനാണ് പരാവിദ്യ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഉയർച്ച. മനസ്സ് എങ്ങോട്ടാണ് ഉയരേണ്ടത്? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരടിസ്ഥാനപരമായിട്ടുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. സൈലൻസിനെ കുറിച്ച് ചിന്തിച്ചു നോക്കും. ശബ്ദം പലതായിരിക്കാം, പക്ഷെ സൈലൻസ് ഒന്നാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സർവ ചരാചരങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു സൈലൻസ് ഉണ്ട്. ആ സൈലൻസിൽ നിന്നാണ് ശബ്ദമുണ്ടാകുന്നത്, വെളിച്ചമുണ്ടാകുന്നത്, എല്ലാ തരത്തിലുള്ള രൂപങ്ങളും ഭാവങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സൈലൻസ് തന്നെ വലിയൊരു സ്പെക്ട്രമാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. മോഡേൺ സയൻസസ് ഒരു യൂണിഫൈഡ് ഫീൽഡ് തിയറി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ യാത്രയിൽ നമ്മുടെ ഭൗതിക പ്രപഞ്ചം അത് എല്ലാം അടിസ്ഥാനപരമായിട്ടും ആറ്റംസ് ആണ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നെ ആറ്റംസിൻ്റെ ഉള്ളിൽ സബ് പാർട്ടിക്കിൾസ് ഉണ്ട്. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. അവിടെ അവസാനിച്ചില്ല. അതിനും അടിസ്ഥാനപരമായിട്ട് വേറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനും അടിസ്ഥാനമായിട്ട് വേറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻഫിനിറ്റായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾസ് എല്ലാം ഉദ്ഭവിക്കുന്ന ഒരു യൂണിഫൈഡ് ആയിട്ടൊരു ഫീൽഡ് ഉണ്ട്, ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നു. അപ്പോൾ അതെന്താണ് എന്നുള്ളത് സങ്കല്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ ഒബ്സർവേഷൻ,
നമ്മുടെ ജാഗ്രത അവസ്ഥയിൽ ഒബ്സർവേഷൻ ആ ഫീൽഡ് കാണാൻ സാധിക്കില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വേഗത ആ തരത്തിലില്ല. ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് അപ്പുറം ഇന്ദ്രിയങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അതുണ്ട്, സംശയമില്ല. നമ്മൾ നേരത്തെ സൈലൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആഴത്തിലുള്ള അഗാധമായിട്ടുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ശാന്തത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നു, സമാധാനം ആഗ്രഹിക്കുന്നു. ആ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ള ഫെയർലി ടെയിലുണ്ട്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കിയാലേ എല്ലാവരും നിരന്തരം പാച്ചിലാണ്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഒരിക്കലും അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേറ്റ് എത്തുന്നില്ല. കാരണം എന്താണ്? അത് എത്തേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ സ്വഭാവം, അതാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. അപ്പോൾ ആ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക്, സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക്, ഒരു ഇന്നർ സൈലൻസിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര ആ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു യാത്രയാവണ്ടേ. അസത്യം പറഞ്ഞത് കൊണ്ട് നമുക്ക് സത്യത്തിൽ എത്താൻ പറ്റും. അസത്യമായിട്ട് മാർഗത്തിലൂടെ സത്യത്തിലേക്ക് എത്താൻ പറ്റും. ആരെയും സ്നേഹിക്കാതെ സ്വാർത്ഥമായി ജീവിച്ചുകൊണ്ട് സ്നേഹമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സ്റ്റേറ്റ് എത്തിച്ചേരാൻ പറ്റും. സമാധാനമില്ലാതെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമാധാനം എങ്ങനെയാണ് എത്തിച്ചേരുക? ഹിംസ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അഹിംസയുടെ സ്റ്റേറ്റ് എത്തുക? ഇതെല്ലാം പരസ്പര വിരുദ്ധങ്ങളല്ലേ. നമ്മൾ ഹിംസ ചെയ്തുകൊണ്ട് എല്ലാ യുദ്ധങ്ങളിലൂടെ അവസാനിക്കാൻ ഒരു യുദ്ധം, ദ വാർ ടു എൻഡ് ഓൾ വാർസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സാധിക്കുക? കാരണം അത് കൊണ്ടുവരുന്നതിന് ഒരു വയലന്റ് ചിന്താഗതിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഈ ഒരു തരത്തിലുള്ള ഒരു യൂണിഫിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ യാത്രയിൽ തുടക്കം മുതൽ തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും യൂണിഫൈഡ് ആയിട്ട് യാത്ര ചെയ്യുക. അതാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് അവസാനം എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യമല്ല. യോഗ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ടാണ് പാത്ത് ഇസ് ദ ഗോൾ എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞു. മഹാത്മാഗാന്ധിജി പറഞ്ഞത് ലക്ഷ്യത്തിനേക്കാളും പ്രധാനം നമ്മൾ ഉപയോഗിക്കുന്ന മീൻസാണ്, മാർഗം. ലക്ഷ്യം നമുക്കറിയില്ല, നമ്മൾ അത് അനുഭവിക്കുമ്പോഴും നമുക്ക് എത്തിച്ചേർന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ മാർഗം നമുക്കറിയാം. ഇപ്പം ഇന്ന് ഞാൻ സത്യസന്ധതയോട് പ്രവർത്തിക്കും, അത് എൻ്റെ കയ്യിലാണ്. ഇന്ന് ഞാൻ സ്നേഹത്തോടെ സംസാരിക്കും, കമ്പാഷനോട് പ്രവർത്തിക്കും, ഇത് എൻ്റെ കയ്യിലാണ്. ഇന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് മനസ്സ് ശാന്തിയാക്കിയിട്ട് ശാന്തത കൊണ്ടുവന്നിട്ട് ഞാൻ പ്രവർത്തിക്കാൻ, അത് എൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ, നമ്മൾ യോഗ എന്ന് പറയുന്ന ഈ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ യൂണിഫിക്കേഷനാണ് ഇതിലുടനീളം കാണുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം എല്ലാം യൂണിഫിക്കേഷനാണ്. ഡൈവേഴ്സായിട്ട് കിടക്കുന്ന നമ്മുടെ സ്വഭാവങ്ങളെ ഏകീകരിക്കാതെ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എല്ലാവരോടും തുല്യമായിട്ട് പെരുമാറാൻ പഠിക്കുക, ശാന്തമായിട്ട് പെരുമാറാൻ പഠിക്കുക. തുല്യനിന്ദാസ്തുതിർ മൗനി എന്ന് ഭഗവാൻ പറയുന്നു. എല്ലാവരോടും സമമായിട്ട് പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളിലും അതേ പെർഫെക്ഷൻ തന്നെ, 100% പ്യൂരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക, ട്രൂത്ത്ഫുൾനെസ് കൊണ്ടുവരാൻ സാധിക്കുക. ഇത് നമ്മുടെ കയ്യിലാണ്. സക്സസ്ഫുൾ ആവേ എന്നല്ല പ്രശ്നം. പക്ഷേ നമുക്കത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻറ്റൻഷൻ അങ്ങനെയാക്കാം. അപ്പോൾ ഇൻറ്റൻഷനാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? സ്വാർത്ഥതയാണോ? എൻ്റെ പേര് വളർത്തണം എന്നാണോ? എങ്കിൽ ആ പ്രവൃത്തി തീർച്ചയായിട്ടും സമാധാനം കൊണ്ടുവരില്ല. ഞാൻ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇൻറ്റൻഷൻ എന്തായിരുന്നു? എനിക്ക് എന്തോ കിട്ടണം എന്ന്. അപ്പോൾ നമ്മൾ മറന്നുപോയി, യഥാർത്ഥത്തിൽ കിട്ടാൻ വേണ്ടിയല്ല ചെയ്യുന്നത്, ഞാൻ അതാണ് എന്നുള്ളത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇൻറ്റൻഷന് മനോഭാവം ഉണ്ടാവും. ജീസസ് ക്രൈസ്റ്റ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? നമ്മളൊന്നും ആവശ്യപ്പെടാത്തൊരു മനോഭാവം. അപ്പോൾ ആരോഗ്യം ആവശ്യപ്പെടുന്ന ഒരാളുടെ മനോഭാവം, ഉള്ളിലെ മനോഭാവം എന്താണ്? എനിക്ക് ആരോഗ്യമില്ല എന്നല്ല. ബ്ലെസ്സിങ്സ് ആഗ്രഹിക്കുന്ന ഒരാൾ ബ്ലെസ്സിങ്സ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഈശ്വരൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാൾ വിശ്വസിക്കുന്ന എന്താണ്? ബേസിക് ആയിട്ടുള്ള വിശ്വാസം എന്താണ്? ഫെയ്ത്ത് എന്താണ്? എനിക്ക് ഈശ്വരൻ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഈശ്വരനെ സഹായിക്കുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തോട്ട് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അടിയിലുള്ള മനോഭാവം അതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനോഭാവം അതിൻ്റെ അടിയിലുള്ള ഇൻറ്റൻഷനാണ്. അപ്പോൾ ഇൻറ്റൻഷൻ ക്ലിയർ ആയിരിക്കണം. എപ്പോഴും ഞാൻ പൂർണ്ണനാണ്, ഞാൻ ഫുൾഫിൽഡ് ആണ്, എനിക്കെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. ആദ്യം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി പ്രവർത്തിക്കുക. എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്.
ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വെള്ളം, ഭക്ഷണവും എൻ്റെ ശരീരത്തിലുള്ള പ്രവർത്തനവും ഇതൊന്നും ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ബോധത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ക്രമേണ ക്രമേണ യൂണിഫൈഡ് ആയിട്ടുള്ള പാതയിലാണ് പോകുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു വഴിയിലാണ്, വ്യത്യാസമില്ല. നമുക്ക് എല്ലാവരും അതേപോലെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഓൾറെഡി ഫുൾഫിൽഡ് ആണ്. ഞാനിവിടെ ആ ഫുൾഫിൽമെൻറ്റ് പ്രകടിപ്പിക്കാൻ വന്ന ആളാണ്, സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യാൻ വന്ന ആളാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ തുടക്കം തന്നെ യൂണിഫൈഡ് ആവും. അപ്പോൾ നമ്മുടെ യാത്ര ഒരു യൂണിഫൈഡ് ഫീൽഡിലേക്കാണ് എങ്കിൽ നമ്മുടെ യാത്രയിൽ ഉപയോഗിക്കേണ്ട മാർഗവും യൂണിഫിക്കേഷൻ ആയിരിക്കണം. അപ്പം യോഗ എന്ന് പറയുന്നത് പാതയാണ്. ആ പാതയിലൂടെ സഞ്ചരിച്ചിട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ട ആവശ്യമില്ല, കാരണം പാത തന്നെയാണ് ലക്ഷ്യം. അത് കൂടുതൽ കൂടുതൽ ഡീപ്പൻ ചെയ്ത് വരും. ഇതാണ് നമ്മൾ ഇപ്പോൾ പ്രത്യാഹാരം എന്നുള്ള സ്റ്റെപ്പിലെത്തുമ്പോൾ മനസ്സിലാവുന്നത്. ഇന്ദ്രിയങ്ങളെ പല വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കോമൺ ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് ഉയർത്തുക. സമ്മേഷൻ ഓഫ് സെൻസസ് എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് പല എക്സാമ്പിൾസും ഉണ്ട്. കണ്ണുകൾ കാണാത്ത ആൾക്കാർ ചെവികളിലൂടെ കണ്ണിൻ്റെ പ്രവർത്തനം നേടിയെടുക്കുന്നു. ഒരു ഇന്ദ്രിയത്തിൻ്റെ പ്രവർത്തനം വേറൊരു ഇന്ദ്രിയത്തിന് ഏറ്റെടുക്കാൻ സാധിക്കും. ആ തരത്തിലൊരു സമ്മേഷൻ കൊണ്ടുവരാൻ സാധിക്കാനുണ്ട്. ഇതിനാണ് നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നൊക്കെ പറയും. ഇതൊന്നും നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ലതല്ല. നമ്മൾക്ക് നമ്മുടെ ഉള്ളിലൊരു യൂണിഫിക്കേഷൻ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഈ പ്രത്യാഹാരം, അതായത് യഥാർത്ഥ ആഹാരം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക. ഇന്ദ്രിയങ്ങൾ അതിൻ്റെ പ്രവൃത്തി, നാച്ചുറലായിട്ട് പ്രവൃത്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇന്ദ്രിയ പ്രീണനത്തിന് വേണ്ടിയിട്ടല്ല. ഇന്ദ്രിയം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന, പ്രകാശം നൽകുന്ന സെർച്ച് ലൈറ്റ്സ്, എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, സത്വഗുണമുള്ള ആൾക്കാരുടെ ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുന്നു, ജ്ഞാനത്താൽ പ്രകാശിക്കുന്നു. എന്താണ് ജ്ഞാനം? എനിക്ക് ഓൾറെഡി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ പൂർണ്ണ ജ്ഞാനം. അപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അവിടെ എത്തിച്ചേരുക എന്ന് മാത്രം, അത് ഇനിയും ബെറ്റർ ആക്കി കൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രം. ഈ ഒരു കാര്യത്തെ പറ്റി ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്? അതിനെക്കുറിച്ച് കൂടുതൽ ഇൻട്രോസ്പെക്ട് ചെയ്യൂ. അടുത്ത സെഷൻ വരയ്ക്ക് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.